തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ 8 മത്സരം നടന്നത്. 8ലും ഇടതുമുന്നണി വിജയക്കൊടി പാറിച്ചു. 4 സീറ്റുകൾ കോൺഗ്രസിൽ നിന്നും 4 സീറ്റുകൾ BJP-യിൽ നിന്നുമാണ് ഇടതുമുന്നണി പിടിച്ചെടുത്തത്. കോൺഗ്രസ് വിട്ട് CPIM-ലെത്തിയ വെള്ളനാട് ശശി 1143 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 224 വോട്ടായിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം. കോൺഗ്രസ് വിട്ട് LDF-ലെത്തിയ 3 പേരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 2 സീറ്റും കരവാരം പഞ്ചായത്തിലെ 2 സീറ്റുമാണ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി താൽക്കാലികമെന്ന് തെളിയിക്കുന്നതാണ് ജില്ലയിലെ ഇടതുമുന്നണി വിജയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്ന പരാജയം വളരെ വേഗം മറികടക്കാൻ തിരുവനന്തപുരം ജില്ലയ്ക്കായി എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള BJP-യുടെ വളർച്ച അത് സ്ഥായിയല്ല, സ്ഥിരമല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ തീരുമാനിച്ചത്. ജില്ലയിലെ സമ്പൂർണ്ണ പരാജയത്തിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസും BJP-യും. DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ ഇതിനകം കോൺഗ്രസിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. BJP-ക്കുള്ളിലും പ്രതിഷേധം ശക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.